കുരിശ് ജീവന്റെ ആഘോഷമായി തീരുന്നതാണ് ഈ തിരുവെള്ളിയാഴ്ചയിൽ നാം ചിന്തിക്കുന്നത്. ഒരിക്കൽ ലിയോ ടോൾസ്റ്റോയ് തന്റെ കഥയിൽ ഇപ്രകാരം പറഞ്ഞു: ഒരു വൈദികൻ വഴിതെറ്റി ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ അകപ്പെടുകയാണ്. അവിടെ അദ്ദേഹത്തിന് 3 ദ്വീപ് നിവാസികളെ സുഹൃത്തുക്കളായി കിട്ടുന്നു. അദ്ദേഹം അവരുമായിട്ടുള്ള സഹവാസത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിയുമോ? എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ 3 പേർ, നിങ്ങൾ 3 പേർ നമ്മളെ കാത്തുകൊള്ളണമെന്ന്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ കർത്താവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ലേ? നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? നിങ്ങൾ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? ഇതെല്ലാം വൈദികൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് വൈദികൻ അവിടെ നിന്ന് യാത്രയായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈദികൻ തിരിച്ചും ഈ ദ്വീപ് നിവാസികളായ സുഹൃത്തുക്കളെ കാണുവാൻ വേണ്ടി വന്നു. അദ്ദേഹം അടുത്തേക്ക് വന്നപ്പോൾ ഈ ദ്വീപ് നിവാസികളായ സുഹൃത്തുക്കൾ വെള്ളത്തിന് മീതെ കൂടെ നടന്ന് ഈ വൈദികൻ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചില്ലേ? അതെല്ലാം ഞങ്ങൾ മറന്നുപോയി, ഒന്നുകൂടി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. വൈദികൻ അവർ വെള്ളത്തിന് മീതെ കൂടെ നടക്കുന്നത് കണ്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ 3 പേർ, നിങ്ങൾ 3 പേരെന്ന്? അതിനും വലിയായ ഒരു പ്രാർത്ഥന ഇനി എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുവാനായിട്ട് ഇല്ല എന്നുള്ളത്. കുരിശ് ജീവന്റെ ആഘോഷമായി തീരുന്നത് ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോഴാണ്. ക്രിസ്തുവിലേക്ക് നാം അടുക്കുവാനായിട്ട് കർത്താവിനോട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുക എന്നുള്ളതാണ്, അതായത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അധര വ്യായാമത്തിന് ആകരുത് എന്ന് പറയുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന? കേവലം അധര വ്യായാമം മാത്രമായിട്ട് പ്രാർത്ഥന തീരുമ്പോൾ അതിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരു റേഡിയോ ടോക്കിന്റെ അനുഭവത്തിലല്ല നിങ്ങളുടെ പ്രാർത്ഥന പോകേണ്ടത്. കാരണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കേൾക്കുവാനുള്ള ഒരു ഇമ്പം കൂടി നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഹൃദയം ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നിന്റെ പേരാണ് പ്രാർത്ഥന. അല്ലാതെ കണക്ഷൻ കിട്ടാതെ ഒരു ഡീകോഡിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുന്ന ഒന്നിന്റെ പേരല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടികൾ ലഭിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് മറുപടികൾ ലഭിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ കൃപ പ്രകാരം, നമ്മുടെ പദ്ധതി പ്രകാരം നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ നിവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോകുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച ദിവസത്തിൽ സമയത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനിൽ കാണുന്നത് ഒരു നിരാശയുടെ നിഴൽ തളം കെട്ടിക്കിടക്കുന്ന ജീവിതമാണ്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പിന്നീട് അവിടെ നടക്കുവാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ നിരാശരാകാതെ പിന്നീട് ഉണ്ടാകുന്ന ആ അനുഭവത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, ആഘോഷിക്കുക. കാരണം പിന്നീട് ദൈവത്തിന്റെ പദ്ധതിയാണ് നടക്കുവാൻ പോകുന്നത്. പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിലേക്ക് നാം അടുക്കുമ്പോൾ നാം തന്നെയാണ് അവിടെ സ്വയം ഇല്ലാതെയാകുന്നത് എന്ന് തിരിച്ചറിയുക. സിൻ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് അതിന് നടുക്കുള്ള ഐ എടുത്തു മാറ്റി അവിടെ ഒരു ഒ എന്ന അക്ഷരം കൊടുക്കുമ്പോൾ അത് സണ്ണായി മാറുന്നു. പാപത്തെ ഇല്ലാതാക്കിയിട്ട് അവിടെ പുത്രന്മാരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുരിശ് എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമായിട്ടുള്ള ഐന് പുറകെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് കുരിശിന്റെ അടയാളമായി മാറുന്നു. സ്വയമില്ലാതെ കുരിശിന്റെ അനുഭവത്തിലേക്ക് നടക്കുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങളിൽ ഗോതമ്പ് മണിയെ പറ്റി പറയുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു കഴിഞ്ഞാൽ അത് ഒരു പുതുജീവന്റെ അനുഭവം തീർക്കുന്നു എന്നാണ്. എല്ലാ വിത്തുകളും അപ്രകാരം സ്വയം ഇല്ലാതെയായിട്ട് അവിടെ ജീവന്റെ അനുഭവം തീർക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അപ്രകാരം ആയിത്തീരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഉണർത്തിക്കാതെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി കരുതുവാൻ, മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും വലിയ ഒരു നീണ്ട ലിസ്റ്റിന്റെ അനുഭവത്തിൽ, ഒരു ഗ്രോസറിയുടെ അനുഭവത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ പാരഗ്രാഫിന്റെ അനുഭവത്തിൽ തീരുമ്പോൾ അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഷോർട്ടും ഷാർപ്പുമായിട്ട് തീരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്രകാരം ഒരു അനുഭവത്തിലൂടെ കുരിശ് ജീവിതത്തിന്റെ ആഘോഷമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ഉപവാസങ്ങളും കുരിശ് ജീവിതത്തിന്റെ ആഘോഷമാക്കി തീർക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഉപവാസം എന്നത് അതിന് കൃത്യമായ അർത്ഥം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേവലം 40 ദിവസം മാത്രമാണോ ദൈവത്തോടു കൂടെ വസിക്കേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ദൈവത്തോടൊപ്പം വസിക്കേണ്ടവരല്ലേ? ക്രിസ്തുവിൽ നിന്ന് തുടങ്ങുകയും ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും ക്രിസ്തുവിൽ തന്നെ അതിനെ പരിസമാപ്തി കുറിക്കുകയും ചെയ്യേണ്ടവരാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയും. അപ്രകാരമായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോടൊപ്പമായിരുന്ന ഉപവാസത്തിന്റെ നാളുകളെ കുറിച്ച് നമുക്കറിയാം.
ഉപവാസത്തിൽ കഴിഞ്ഞിരുന്ന മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവജനം കണ്ടത് മോശയുടെ ത്വക്ക് പ്രകാശിക്കുന്നതായിട്ടാണ്. നമ്മളെ പറ്റി ആരെങ്കിലും അപ്രകാരം പറയുന്നുണ്ടോ? നമ്മൾ ദൈവത്തോടൊപ്പം ആയിരുന്നിട്ട്, ദൈവവചനം പഠിച്ചിട്ട്, ദൈവവചനം പ്രസംഗിച്ചിട്ട്, ദൈവവചനം കേട്ടിട്ട്, ദൈവഹിത പ്രകാരം നടന്നിട്ട് നമ്മുടെ ത്വക്ക് ദൈവത്തെ പോലെ പ്രകാശിച്ചു എന്ന്. അപ്പോൾ നമ്മുടെ ഉപവാസത്തിന് എന്തോ കുഴപ്പമുണ്ട്, എവിടെയൊക്കെയോ ഒരു പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൽ എവിടെയൊക്കെയോ നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈ ഒരു തിരുവെള്ളിയാഴ്ചയുടെ അനുഭവത്തിൽ, ഈ ഒരു നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധനായ ദൈവം ഏവരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, കേൾപ്പിച്ച ഈ ചെറിയ ചിന്തയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തീരുമ്പോൾ കർത്താവെ, പ്രാർത്ഥനയാലും ഉപവാസത്താലും കുരിശ് ജീവിതത്തിൻ്റെ ആഘോഷമാക്കി തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് കുരിശിൻ്റെ അനുഭവത്തിലേക്ക് ആണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യത്തോടുകൂടെ അങ്ങയോടൊപ്പം വസിക്കുന്നവരായിട്ട് തീരുവാൻ, അതിനെ ആഗ്രഹം പുലർത്തുന്നവരായിട്ട് തീരുവാൻ, അതിനെ ഉൾവാഞ്ചിയുള്ളവരായിട്ട് തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.